എൻ്റെ പേര് റെനി ബിജു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. 2019 ജൂണിലാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് 11 വർഷമായി വിട്ടുമാറാതെ ശ്വാസമുട്ടലുണ്ടായിരുന്നു. എൻ്റെ 4ാമത്തെ മകൻ്റെ ഒരു എമർജൻസി സിസേറിയൻ ചെയ്യേണ്ടി വന്നു 8ാം മാസത്തിൽ തന്നെ. അതിനുശേഷമാണ് ഇങ്ങനെ ശ്വാസമുട്ടലുണ്ടായത്. അതിനായി പല മരുന്നുകൾ കഴിക്കുകയും ഡോക്ടർമാരെ കാണുകയും ഇൻഹേലറൊക്കെ ഉപയോഗിക്കാൻ പറയുകയൊക്കെ ചെയ്തു. എങ്കിലും അതെല്ലാം ഉപയോഗിച്ചെങ്കിലും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യം പുതുക്കിയതിന് ശേഷമാണ് ഈ ശ്വാസമുട്ടൽ പൂർണ്ണമായും മാറിയത്. ശ്വാസമുട്ടൽ അതിനു മുമ്പ് എല്ലാ ദിവസവും തന്നെ അനുഭവപ്പെടുമായിരുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ മകൻ്റെ കാര്യം കൂടെ ഓർത്താണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ആ മകൻ്റെ പഠിത്തമൊക്കെ കുറച്ച് ഉഴപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ മകൻ്റെ കാര്യം എങ്ങനെയായി തീരുമെന്നൊക്കെ എപ്പോഴും ഓർക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായി ഉടമ്പടി എടുത്തതിന് ശേഷം മിക്കവാറും തന്നെ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടുമായിരുന്നു. അത് മാതാവിൻ്റെ സാന്നിധ്യമാണെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഈ മകനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാൻ ഇടയായി. അതിനുശേഷം ഈ മകൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ആ മകനൊരു നല്ല ജോലി ലഭിക്കുവാനിടയായി. അത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ വന്ന ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ മരണാസന്നനായ ഒരു രോഗിയുടെ ഭാര്യ വന്ന് എന്നോട്, ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ് ഭാര്യ, അപ്പോൾ എന്നോട് വന്ന് ഇങ്ങനെ ഉടമ്പടിയുടെ തേനൊക്കെ ഇരിപ്പുണ്ടോ, ആളിന് കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അന്നൊരു കാരുണ്യ പ്രവൃത്തി ഇവിടെ ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തായിരുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് ദിവ്യകാരുണ്യ ആരാധന തൊട്ട് മുത്തുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടാനിടയായി. അതിനുശേഷം അന്ന് തന്നെ വൈകിട്ട് TV-യിലൂടെ വിശുദ്ധ കുർബാന കാണുമ്പോഴും ഇങ്ങനെ 2 മിനിറ്റ് നേരത്തേക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. എനിക്ക് നേരത്തെ TV കൂടെ കുർബാന കാണുന്നതിലൊന്നും വലിയ വിശ്വാസമില്ലായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് പിന്നെ വേറെ കാണാനൊന്നും സാധിക്കാഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കണ്ടത്. അതിനുശേഷം ഈ കോവിഡ് തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ 1 മാസത്തേക്ക് ഉടമ്പടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നു. പ്രാർത്ഥനകളോ ഒക്കെ കാര്യങ്ങളെല്ലാം പിന്നീട് കോവിഡിന് ശേഷം ആ ഉടമ്പടി പുതുക്കാനിടയായി. അപ്പോൾ ഈ കോവിഡ് കാലങ്ങളിലും എല്ലാം എൻ്റെ ഹസ്ബൻഡിന് 22 വർഷമായിട്ട് വിട്ടുമാറാതെ എപ്പോഴും മിക്കവാറും തന്നെ നടുവെട്ടലുണ്ടാകുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഇത് നിയോഗത്തിൽ വെക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പോൾ മുഖത്തിങ്ങനെ ഒരു കറുത്ത പാടുണ്ട്, അത് വെച്ചാൽ മതിയെന്ന് എപ്പോഴും പറയും, അതിനുവേണ്ടി നിയോഗം വെച്ചാൽ മതിയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കാനുകൊണ്ട് ഞാനും ഇത് നിയോഗത്തിൽ വെച്ചിരുന്നില്ല. അതിനുശേഷം കോവിഡ് കഴിഞ്ഞ സമയത്തും മിക്കവാറും തന്നെ അടുപ്പിച്ചടുപ്പിച്ച് നടുവെട്ടലുണ്ടാകുകയും ചിലപ്പോഴൊക്കെ 1 മാസം പോലും നടുവെട്ടലായി കിടക്കാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പേരിങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അതിനുശേഷം കോവിഡിന് ശേഷം വീണ്ടും വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. അപ്പോൾ നടുവെട്ടലിൻ്റെ കാര്യം നിയോഗത്തിൽ എഴുതിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി ഇതുവരെ നടുവെട്ടലുണ്ടായിട്ടില്ല. അത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഹസ്ബൻഡും വിശ്വസിക്കുന്നു. എനിക്ക് ഉടമ്പടി കാലങ്ങളിൽ ഒരു തവണ ഒരിക്കലും എനിക്ക് TV വന്നിട്ടുള്ളതാണ്. അന്നേരം ഒരു പ്രാവശ്യം 3 ദിവസം അടുപ്പിച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ വന്നായിരുന്നു. അന്നേരം 3 ദിവസവും ഞാനിങ്ങനെ ഉടമ്പടി കാശുരൂപം ധരിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞപ്പം എന്തായാലും ഇനി ഡോക്ടറെ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയുന്നുണ്ട്, നിർത്തിക്കോണം ഉടമ്പടി എന്നൊക്കെ എന്നോട് പറയുകയും അങ്ങനെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. ഞാനൊന്നും മിണ്ടിയൊന്നുമില്ല. പിന്നീട് ഞങ്ങൾ ആ ഹോസ്പിറ്റൽ വെയിറ്റിംഗ് റൂമിൽ ചെന്നിരുന്ന് ഞാനൊരു 15 പ്രാവശ്യം നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലി കഴിഞ്ഞപ്പോൾ എനിക്ക് കുന്തിരിക്കത്തിൻ്റെ ഒരു മണം അനുഭവപ്പെട്ടു. അതിനുശേഷം ആ ചുമ പെട്ടെന്ന് വിട്ടുമാറുകയും പിന്നീട് ഡോക്ടറെ കണ്ട് പരിശോധിക്കുകയും എക്സ്റേ എടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് അതിനുശേഷം 3 പ്രാവശ്യം ഞാനിങ്ങനെ ഉടമ്പടി പുതുക്കിയെങ്കിലും
എൻ്റെ അലസതയും ഉദാസീനതയൊക്കെ കാരണം എനിക്ക് ഉടമ്പടി നിബന്ധനകളോ പ്രാർത്ഥനകളോ ഒന്നും എല്ലാം തന്നെ കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് എനിക്കത് പുതുക്കാൻ തന്നെ ഒരു ധൈര്യം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു മെനോപോസായി ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു വെള്ളം പോലെ ഇങ്ങനെ ഫ്ലൂയിഡ് വരികയും ചെറുതായി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഗൈനക്കോളജിസ്റ്റ് എന്നോട് പറഞ്ഞു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബയോപ്സി എടുക്കാൻ അത്ര ധൈര്യം പോലും ഇല്ലായിരുന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം തോന്നി. നമുക്ക് ആരോ ഉണ്ടെന്നുള്ള പോലെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ആരോടും എനിക്ക് ധൈര്യക്കുറവൊന്നും ആരോടും പറയാൻ ഇടയായില്ല. ഞാൻ പിന്നെ ഈ ഉടമ്പടി നിബന്ധനകളെല്ലാം മുടക്കം കൂടാതെ എല്ലാം പാലിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കും ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ശേഷം മുടങ്ങാതെ 3 മാസം ഉപയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്യാൻ പോയി. ഉടമ്പടി എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തായിരുന്നു. അന്നേരം ബയോപ്സി എടുക്കണമെന്നായിരുന്നു ആ ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത്. അന്നേരം 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് അല്പം എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ്സൊക്കെ കൂടുതലായിരുന്നു. അന്നേരം അത് അല്പം ചെറുതായി. അപ്പോൾ ഇപ്പോൾ ഇനിയും ചെയ്യണ്ട, 2 മാസം കഴിഞ്ഞ് ചെയ്താൽ മതി, ബയോപ്സി എടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഉടമ്പടി 3 മാസം എനിക്ക് കൃത്യമായി ചെയ്യാനൊരു സമയം കിട്ടുമല്ലോ എന്നോർത്ത് അത് കഴിഞ്ഞ് 2 മാസം ഇങ്ങനെയെല്ലാം ഉപയോഗിച്ചതിന് ശേഷം സ്കാൻ ചെയ്യാൻ പോയി. ഉടമ്പടി കാശുരൂപവും കയ്യിലുണ്ടായിരുന്നു. മാതാവിനോട് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ടാണ് സ്കാൻ ചെയ്യാനായി കയറിയത്. അതിനുശേഷം എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് എല്ലാം പൂർണ്ണമായും നോർമലാവുകയും യൂട്രസിൽ ഫൈബ്രോയിഡിൻ്റെ വലിപ്പം എല്ലാം കുറയുകയും ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഫ്ലൂയിഡ് ഇങ്ങനെ എപ്പോഴും കെട്ടി നിൽക്കുന്നതായിട്ട് എല്ലാ സ്കാനിങ്ങിലും 2 വർഷത്തോളമായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബൾക്കി യൂട്രസ് എന്ന് പറഞ്ഞായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം യൂട്രസിൻ്റെ സൈസ് എല്ലാം നോർമലായി. പിന്നീട് ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണുകയും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ബയോപ്സി ഒന്നും എടുക്കേണ്ട കാര്യമില്ല, എല്ലാം നോർമലായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അടുത്തുള്ള വീടുകളിലുള്ളവർക്കെല്ലാം പത്രം കൊടുക്കുകയും പള്ളികളിലും പത്രം കൊടുക്കാനിടയാകുകയും ഓരോ പത്രം കൊടുക്കുന്നതിന് മുമ്പും ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഓരോ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് വേണം ഓരോ പത്രവും കൊടുക്കാനെന്ന്. അപ്പോൾ ഞാനങ്ങനെ ഓരോ പത്രവും വാങ്ങിക്കുന്ന ആളിന് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പത്രം കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ മരുന്നൊക്കെ വാങ്ങിക്കാൻ ഇതിനു മുമ്പ് ആദ്യമായി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് രോഗികളെ കാണാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഈശോയോട് എനിക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ ഈശോയോട് ചോദിക്കും, എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ബൈബിള് തുറന്ന് വായിക്കുമായിരുന്നു. അന്നേരം എനിക്ക് കിട്ടിയത് എന്തിനാണ് ഇങ്ങനെ ഈ രോഗികളെ കാണാൻ പോകുന്നത്, എന്നോടൊന്ന് പറഞ്ഞു തരണം, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് സുഭാഷിതം 19:17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ഇതോടെ എനിക്ക് രോഗികളെ കാണാൻ പോകുന്നതിനെ കുറിച്ചുള്ള എല്ലാ സംശയവും മാറി. ഞാൻ പിന്നീട് എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ആഴ്ചയിൽ രോഗികളെ കാണാൻ പോവുകയും അവർക്ക് മരുന്നിനുള്ള കാശൊക്കെ കൊടുക്കാനും അവരുടെ വല്ല ഫീസ് കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് ഈയിടെ അങ്ങനെ കൊടുക്കാനും രോഗികളെ ചെന്ന് കണ്ടവരുമായി കുറേ നേരം സംസാരിക്കാനും പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഒരിക്കൽ പോയി. അന്നേരം അവിടെയുള്ളവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ സഹായിച്ചു കൊടുക്കുകയും ചെയ്തു. അവരോടും സംസാരിച്ചൊക്കെ ഇരുന്നു. അവർക്ക് ഒരു നേരത്തെ അവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഓരോന്ന് അവരുടെ ഭക്ഷണത്തിനുള്ളതും കൊടുക്കാനിടയായി. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഉടമ്പടിയിൽ തുടരണമെന്നാണ് എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിങ്ങനെ ഉടമ്പടി പാലിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ 3 പ്രാവശ്യം ഉഴപ്പിയതിന് ശേഷം വീണ്ടും ഇത് നടക്കുമോ എന്ന് സംശയം തോന്നിയതിന് ശേഷം പിന്നെ ഞാൻ നിയോഗത്തിന് ആദ്യത്തെ നിയോഗമായി തന്നെ വെച്ചത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാലും ദാനങ്ങളാലും എന്നെ നിറയ്ക്കണമേ എന്നായിരുന്നു. അതിനുശേഷം എനിക്ക് ഉടമ്പടി എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നീട് 33 പ്രാവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുവിൻ നാമത്തിൽ ഉയർത്തണമെന്ന് 33 പ്രാവശ്യം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു.